പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഉണ്ടാകുന്ന എങ്ങനെയൊക്കെയാണ് നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു വീഡിയോസുമായി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ബിഗ് ബോസ് ഇന്നലെ മുതൽ സ്റ്റാർട്ടായി എന്ന് നമ്മൾ കണ്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പുതിയ ചാനലുകൾ ഉദയം കൊള്ളും. ഒരു 3 മാസമൊക്കെ കാലാവധിയുള്ള ചാനലുകൾ, ചിലത് പെട്ടെന്ന് അടിച്ചു പോകും. ചില ചാനലുകളൊക്കെ എന്താ പറയുക, 3 ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടും ഒക്കെ ചില ചാനലുകൾ മോണിറ്റൈസേഷൻ ആകും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെയധികം കാണാം. ചിലർ ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇട്ടിട്ട് 3 മാസം കഴിഞ്ഞ ചില ചാനലുകൾ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരം ചാനലുകൾ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കണ്ടസ്റ്റന്റും കാര്യങ്ങളും നിങ്ങളിൽ പലരും ഈ പ്രോഗ്രാം കാണുന്നവരുണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കാണാറില്ല. പക്ഷെ യൂട്യൂബിൽ ആകുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഇതുപോലെ പലരും വീഡിയോസ് ഇടുമ്പോൾ കാണുക എന്നല്ലാതെ, ഇത് ഏഷ്യനെറ്റിന്റെ തന്നെ ആയ ഡിസ്നി ഹോട്ട്സ്റ്റാറിലുമാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് പറയുമ്പോൾ പലരും ഈ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊക്കെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 2025 നിയമപ്രകാരം ഇനി കുറച്ച് ടൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ബിഗ് ബോസുമായിട്ടുള്ള വീഡിയോസുമായി മുന്നോട്ട് പോകാൻ എന്ന് പറയുന്നത്. പലരുടെയും മനസ്സിൽ ഫെയർ യൂസ് എന്നൊരു ഉപയോഗം ഉണ്ടല്ലോ, അത് വെച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്യും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഒരുപാട് ചാനലുകൾ വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഫെയർ യൂസ് എന്ന ഉപയോഗം മുൻനിർത്തിയാണ് നിങ്ങൾ എല്ലാവരും വരുന്നത്. ഒന്ന്, ഈ ഫെയർ യൂസ് എന്താണെന്നുള്ളത് വ്യക്തമായി അറിയാന്നുള്ളതാണ്. ഈ ഫെയർ യൂസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആകെ ഒരു ക്രിറ്റിസൈസം ചെയ്യാനാണെങ്കിൽ, റിവ്യൂ ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പോർട്ട് വാർത്തയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ഗവേഷണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ ഡോക്യുമെന്ററി ഇത്തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെയർ യൂസ് വലിയ വിഷയമായി വരില്ല. ഓക്കെ, അല്ലാതെ നിങ്ങൾ നേരിട്ട് ബിഗ് ബോസിന്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതുപോലെ അങ്ങോട്ട് ഇട്ടാലോ, അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ പോകുന്നുണ്ടാവും വെറും വോയിസ് ഓവർ കൊടുത്താലോ ഒന്നും ഇനി പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്നതും കേട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഇടും. പലരും വീഡിയോസ് ഇട്ടതിന് ശേഷം എന്നോട് ചോദിക്കും, അയ്യോ 3 ആഴ്ച ആയല്ലോ, 4 ആഴ്ച ആയല്ലോ, ഇനിയും ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് വന്നില്ല എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഒരു 3 ആഴ്ച കഴിഞ്ഞ ഈ 3 ആഴ്ച 4 ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലുകളിൽ വരുന്ന മിക്കവർക്കും കോപ്പിറൈറ്റോ സ്ട്രൈക്കോ ക്ലെയിമോ നേരിട്ടിട്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ ഏഷ്യനെറ്റോ നേരിട്ട് നിങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ ഇത്. അതിന്റെ കാരണം ഒന്നുമില്ല, ആ പരിപാടി റീച്ച് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളിലൂടെ, അത് നിങ്ങൾ ഓരോരുത്തർ യൂട്യൂബ് ഓരോരുത്തരും റിവ്യൂ പറയുമ്പോഴും ഓരോരുത്തരുടെ ഈ ഫെയർ യൂസിന്റെ അളവ് കൂടുമ്പോഴും ഒന്നും യൂട്യൂബ് അത് ശ്രദ്ധിക്കില്ല. കാരണം ബിഗ് ബോസ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, കൂടുതൽ റീച്ച് ആവട്ടെ എന്ന് കരുതി അങ്ങനെ ഒഴിവാക്കി വിടും. ഒരു 4 ആഴ്ചക്ക്, ഒരു 1 മന്ത് ഒക്കെ 30, 35, 40 ദിവസം കഴിയുമ്പോഴാണ് അവർ ഒരു സൈഡിൽ നിന്നും പണി തുടങ്ങുക. ഇവിടെ ആദ്യം അവർ വലിയ ചാനലുകളെ ആയിരിക്കും മുന്നേ വെക്കുക. ക്ലൈം തരലും സ്ട്രൈക്ക് തരലും പല വിധത്തിലായിരിക്കും. റവന്യൂ ഷെയറിങ്ങും അങ്ങനെയുള്ള പല വിധത്തിലുള്ള പരിപാടികളായിരിക്കും. മാക്സിമം എനിക്ക് തോന്നുന്നു റവന്യൂ ഷെയറിംഗ് ഒക്കെ ആയിരിക്കും മാക്സിമം ഉണ്ടാവുക എന്നുള്ളത്. ഈ റവന്യൂ ഷെയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവരെത്ര റവന്യൂ ഷെയറിംഗിലും വരുന്നത് വരുമാനത്തിന്റെ മുഴുവൻ ഭാഗവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ള ലെവലിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതിന് നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ഫെയർ യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുകളിൽ പറഞ്ഞ ക്രിറ്റിസൈസം, അതുപോലെ തന്നെ റിപ്പോർട്ട്, റിവ്യൂ, പിന്നെ ഡോക്യുമെന്ററി, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു 15-20 സെക്കൻഡ് വീഡിയോസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അത് ബോധ്യമാകണം എന്നുള്ളതാണ് അവർക്ക്. നിങ്ങൾ വെറുതെ ഒരു വോയിസ് ഓവറും ഈ ഒരു വീഡിയോസും ഇട്ട് ഇങ്ങനെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വ്യക്തമായി നിങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു സൈഡിൽ വേണമെങ്കിൽ, അതും ഒരു ഉറപ്പും പറയുന്നില്ല, ഇത് ഒരു ഫെയർ യൂസ് ആയി ഇത് തരണമോ തരേണ്ടയോ എന്നുള്ളത് യൂട്യൂബിനേക്കാൾ കൂടുതൽ അത് ഏഷ്യനെറ്റിന്റെ കൂടെ തീരുമാനത്തിലായിരിക്കും ഇത് ഇരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിന്റെ തീരുമാനത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവർക്ക് കോപ്പിറൈറ്റ് തരണമെന്ന് തോന്നിയാൽ തരും, ക്ലെയിം തരണമെന്ന് തോന്നിയാൽ തരും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ കണ്ടും കേട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഏഷ്യനെറ്റ് ആണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുപാട് സീരിയൽ റിവ്യൂ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം, കൂടുതൽ ഫോട്ടോസിന്റെ അളവ് കൂടിയാൽ പോലും ഈവൻ നിങ്ങൾക്ക് കോപ്പിറൈറ്റോ സ്ട്രൈക്കോ വരാറുണ്ട്. അപ്പൊ ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നവർ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് അതിലെ കണ്ടസ്റ്റന്റുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അവരുടെ ഫോട്ടോസൊക്കെ, അതായത് ബിഗ് ബോസിലുള്ള ഇല്ലാത്ത ചില ഫോട്ടോസുകളൊക്കെ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കുക, സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ ഒക്കെ എടുത്തു വെക്കുക എന്നുള്ളതാണ്. അത്തരം ഫോട്ടോസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അവരുടെ എന്നിട്ട് പറയുക. അതുപോലെ തന്നെ മാക്സിമം ഫോട്ടോ വെച്ചിട്ട് കളിക്കാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോസ്. അതുപോലെ തന്നെ ഈ ഫെയർ യൂസ് എന്ന ഗണത്തിനപ്പുറത്തേക്ക് കടക്കാതെ വെറും വീഡിയോസ് മാത്രമായിട്ട് ഒരുപാട് ഇടാതിരിക്കുക. ഒരു 3 ആഴ്ച 4 ആഴ്ച വരെ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതിൽ ഒരു സംശയമല്ല. കഴിഞ്ഞ 6 ബിഗ് ബോസിലും അത് തെളിയിച്ചതാണ്. ഈ പ്രോഗ്രാമിന് കഴിഞ്ഞ സീസൺ അത്ര ഒരു റേറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് റേറ്റിംഗിലേക്ക് വന്നത് എന്നുള്ളത്. അതിന്റെ കണ്ടസ്റ്റന്റിനെ കൂടുതൽ ആളുകൾ അറിയാനും ഒരുപാട് ആളുകൾ ക്രിറ്റിസിസം ചെയ്തിട്ടും റിവ്യൂ ചെയ്തിട്ടും ഒക്കെ ആള് പൊന്തിച്ച് കൊണ്ടുവന്നതാണ്. അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് യൂട്യൂബ്, അതിനുശേഷം ഇൻസ്റ്റഗ്രാമും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ഇത് സംഭവിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു അവരുടെ ഒരു ആഡ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു പരസ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ബൂസ്റ്റിംഗ്, അവരുടെ പരിപാടിയുടെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവരൊരു 3 ആഴ്ചയൊക്കെ ചിലപ്പോൾ ഒന്ന് താത്തിയിടും. അതിനുശേഷം അവർ പണി തരും. 3 ആഴ്ച വരെ ഇട്ട വീഡിയോസിന് ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്ന് കരുതണ്ട. അതിനുശേഷം ഒരു പക്ഷെ അത്തരം മോണിറ്റൈസേഷൻ ആയ ചാനലുകൾ കൊണ്ട് മുന്നോട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്, അതിൽ മറ്റൊരു വീഡിയോസ് ഇടാനൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു പുതിയ ചാനൽ ഉദയം കൊള്ളുക എന്നുള്ളതാണ്. അതായത് ഒരു 3, 4 അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ മോണിറ്റൈസേഷൻ ചാനലിനാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പ്രോഗ്രാം തീരുമ്പോഴേക്കും ഏകദേശം ഒരു പേയ്മെന്റോ 2 പേയ്മെന്റോ ഒക്കെ വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് പലരും. കാരണം അത്രയും കഠിനാധ്വാനമുണ്ട്. ദിവസവും 4ഉം 5ഉം വീഡിയോസ് ഇടുന്ന യൂട്യൂബിനെ, ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ച് 4ഉം 5ഉം വീഡിയോസ് ഇടുന്ന ചാനലുകളുണ്ട് ദിവസവും അവരിങ്ങനെ അത് കാണാനും ആളുകളുണ്ട്. അത്യാവശ്യം ഈ പ്രോഗ്രാമിനേക്കാൾ ഒരുപക്ഷെ ഈ ഇത്തരം റിവ്യൂകളായിരിക്കും ആളുകൾ കാണുന്നുണ്ടാവുക. അപ്പൊ ആദ്യഘട്ടത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. മോണിറ്റൈസേഷൻ ആയ ഒരു ചാനൽ അങ്ങോട്ട് കയ്യിൽ കിട്ടും എന്നതൊഴിച്ച് പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ വയ്യ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചാനലുകൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആയ സ്വന്തം ചാനലുകളിൽ പരീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇതിനുവേണ്ടി പുതിയൊരു ചാനലൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സങ്കടമോ അല്ലെങ്കിൽ വേറൊരു ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് പുതിയ ചാനലിൽ, നിങ്ങളുടെ പഴയ ചാനലിലാണെന്നുണ്ടെങ്കിൽ ഉള്ള മോണിറ്റൈസേഷൻ പോകാനും കൂടെ ഇത് മതിയാകും. കാരണം കൃത്യമായി അളവിലും തൂക്കത്തിലും കറക്റ്റായിട്ട് എടുക്കാൻ അറിയുന്നവർക്ക് മാത്രം സ്വന്തം ചാനലിൽ ഈ ഒരു ബിഗ് ബോസ് ഇട്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഴിഞ്ഞ ബിഗ് ബോസിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ പിടിമുറുക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർഷം കൂടുമ്പോഴും യൂട്യൂബിന്റെ കുറച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കാതിരിക്കുക എന്നുള്ളതിൽ സ്വന്തമായിട്ട് വീഡിയോസ് ഇടുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആശ്രയിക്കുന്നത് മറ്റുള്ളവരുടെ വീഡിയോസ് ആണ്, മറ്റൊരാളുടെ വീഡിയോസ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ വീഡിയോസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും 2025 നിയമപ്രകാരം കുറച്ചുകൂടി മുറുക്കി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് പഴയതുപോലെ അത്ര സുലഭമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ബിഗ് ബോസ് വീഡിയോസ് ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ഇപ്പൊ തന്നെ മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് ബിഗ് ബോസ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ബിഗ് ബോസ് വീഡിയോസ് അത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. ബിഗ് ബോസ് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക പലർക്കും അറിയില്ല എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പിന്നെ ഈ അവരുടെ സൈറ്റിൽ പോയി ഡിസ്നി ഹോട്ട്സ്റ്റാറിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏഷ്യനെറ്റ് തന്നെ ഇനി പ്രോഗ്രാം നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നും നേരിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതൊന്നും അറിയാതെ ശരിക്കും ടിവിയിലൊക്കെ ഇത് ഹോട്ട്സ്റ്റാറിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ടിവിയിൽ ഏഷ്യനെറ്റിൽ വരുമ്പോൾ മൊബൈലും ടിവിയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് ആ പ്രോഗ്രാം എടുക്കുന്നവരുണ്ട്. അവരുടെ വിചാരം ഇത് എന്റെ മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസ് അല്ലേ, ഒരു കുഴപ്പവുമില്ലല്ലോ എന്നൊക്കെയാണ്. തീർച്ചയായും അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താലും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പണി കിട്ടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോപ്പിറൈറ്റ് ക്ലെയിം വരും. കാരണം യൂട്യൂബിൽ ഒരു കണ്ടന്റ് ID സംവിധാനമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും യൂട്യൂബിൽ ഒരു കണ്ടന്റ് ID സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ ഇടുന്ന വീഡിയോസിന്റെ മാച്ചായി ഇവിടെ ഒരു വീഡിയോസ് വന്നു തന്നാൽ, ഈ കണ്ടന്റ് ID സംവിധാനത്തിൽ മാച്ചായി വന്നു തന്നാൽ അതിനെയാണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം എന്നൊക്കെ പറയുന്നത്. വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഇനി ഒരുപാട് പുതിയ ചാനലുകൾ ഉദയം കൊള്ളുന്നത് കാണാം. ഒരുപാട് ചാനലുകൾ, അതായത് മോണിറ്റൈസേഷൻ ഉള്ള ഒരുപാട് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ നിരന്തരമായിട്ട് നഷ്ടപ്പെടാൻ, അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞാൽ നിരന്തരമായിട്ടും ഇതുവരേക്കും കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കി ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറെ റിവ്യൂ ആളുകൾ ഉണ്ടാവും. ഇവരൊക്കെ അവരുടെ മോണിറ്റൈസേഷൻ കളയുന്നത് ഈ ഒരൊറ്റ ബിഗ് ബോസ് പ്രോഗ്രാം കൊണ്ട് മാത്രമാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് പേഴ്സണലി അറിയുന്ന കാര്യമാണ്. കാരണം ഈ ഒരു ബിഗ് ബോസ് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കോപ്പിറൈറ്റ് വന്നു, ഞങ്ങൾക്ക് സ്ട്രൈക്ക് വന്നു. ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ഇത് എത്ര പറഞ്ഞാലും അവർ എടുക്കില്ല. കാരണം ആദ്യം ഫെയർ യൂസ് എന്ന ഗണത്തിൽ 20 ഫോട്ടോസ് ഒക്കെ വെച്ച് വീഡിയോസ് ഇടും. പിന്നീട് ഫെയർ യൂസ് കൂടുന്നതിനനുസരിച്ച് ഇവർക്ക് ആക്രാന്തം കൂടും എന്നുള്ളതാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, പിന്നീട് ആ 20 ഫോട്ടോസ് മാറ്റി 20 സെക്കൻഡിനും 30 സെക്കൻഡിലുള്ള വീഡിയോസ് ഇടും. അപ്പോഴും കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ വീഡിയോസിന്റെ
അളവിലും തൂക്കത്തിലും ഒക്കെ വലുപ്പം കൂടും. ആ വീഡിയോസ് ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും, അവരൊരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ടാവും. അത്തരത്തിൽ ഒരുപാട് നേരം വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോഴും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് കാണുമ്പോൾ ഇവർക്ക് ധൈര്യം കൂടുകയാണ്. അല്ല, അത് ഏഷ്യനെറ്റ് ഇവരും വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവരുടെ പ്രോഗ്രാം ആവശ്യമായ റേറ്റിംഗിൽ എത്തി എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പം മുതൽ പണി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതെ ആയി പോകും എന്നുള്ളതാണ് ഞാൻ പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നോക്കിയും കണ്ടും ഈ ഫെയർ യൂസ് ഗണത്തിൽ തന്നെയാണോ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുക. റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഫേസ് കാണിച്ച് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ആണ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കൊരു സൈഡിൽ ഇങ്ങനെ അതിൻ്റെ ഒരു 15 സെക്കൻഡിനുള്ളിലുള്ളതൊക്കെ കാണിച്ച് നിങ്ങൾ അതിൻ്റെ റിവ്യൂ പറയുമ്പോൾ യൂട്യൂബ് ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊരു ഫെയർ യൂസ് എന്നുള്ള ഗണത്തിൽ. അല്ലാതെ വോയിസ് ഓവറും ഒരു ഫോട്ടോയും വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവില്ല, അല്ലെങ്കിൽ വോയിസ് ഓവറും ഇവരുടെ വീഡിയോസും മാത്രം വെച്ചുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ് എന്നുള്ളത് ഇത് യൂട്യൂബിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഒരിക്കലും ഡോക്യുമെന്ററി ആയിട്ടൊക്കെ ചെയ്യുക എന്നുള്ളത് യൂട്യൂബ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും വീഡിയോസ് ഇടുക. അളവിലും തൂക്കത്തിലും വളരെയധികം ശ്രദ്ധിക്കുക. ഫെയർ യൂസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്രിറ്റിസൈസം ചെയ്യുന്നതാണോ, റിവ്യൂ ചെയ്യുന്നതാണോ, റിപ്പോർട്ട് ചാനലാണോ, അല്ലെങ്കിൽ വല്ല ഡോക്യുമെന്ററി ആണോ എന്നുള്ളത് തന്നെ നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാറ്റുക. മാക്സിമം ഹാഷ്ടാഗ്, ടാഗ് ലൈൻസുകൾ എല്ലാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊടുക്കുക. യൂട്യൂബിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്താലും നിങ്ങളുടെ വീഡിയോസ് പിന്നെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വരില്ല എന്ന് ഞാൻ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല. ക്ലെയിം വരില്ല, സ്ട്രൈക്ക് വരില്ല, ഒന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ചാൻസ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ കൂടുതൽ ഫേസ് കാണിച്ച് ചെയ്യുന്നവർ കുറച്ചുകൂടെ ഫേസിന്റെ ഒരു വാല്യൂ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് ഓവറിന് കുറച്ചും കൂടെ ഒക്കെ വാല്യൂ കൊടുത്തിട്ട് വീഡിയോസ് ഇടുക. ഈ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഒരു ലിമിറ്റേഷനിൽ വെച്ചിട്ട് ചെയ്യുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ബിഗ് ബോസിന്റെ ചാനൽ പുതിയ ഉദയം കൊള്ളുന്ന എല്ലാ ചാനലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഉള്ള ചാനലിൽ ഈ ഒരു വീഡിയോ വെച്ച് കളിക്കാൻ തീരുമാനിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മാസം കഴിഞ്ഞാൽ അവിടുന്ന് മുതൽ ഒരു പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി തുടങ്ങും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇത് വിശദമായിട്ട് അറിയുന്ന കാര്യം കൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ അതിൽ പോയി ചാടാതിരിക്കുക. ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് അളവിലും തൂക്കത്തിലും കറക്റ്റായിട്ട് ഇട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് എനിക്ക് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.